ഇപ്പം പേപ്പർ ഈ ഇടയ്ക്കാണ് കണ്ടേ ഞാൻ. ഒരു മാസത്തിന് മുമ്പ് ഒരു കാഞ്ചനമാല എന്ന് പറഞ്ഞ കാഞ്ചനമാല അവരുടെ പടം എടുത്തു എന്നൊക്കെ പറഞ്ഞ് തമിഴ് എഴുതിയിരുന്നു. അപ്പോഴാ വായിച്ച ഞാൻ, ഇത് മൊയ്തീൻ്റെ കാമുകിയാണ്, ഇത് പടം വന്നിട്ടുണ്ടെന്ന്. ആ മനുഷ്യനാണ് എന്നെ ഹീറോയിനി ആക്കിയത്. ഇന്നാണ് ഞാൻ അത് പറയുന്നത്. ഞാൻ ആലോചിച്ചു മൊയ്തീൻ കാന്തിനെ ഇതിൽ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചു. പിന്നീടാണ് മുഴുവനും വായിക്കുന്നത് ഞാൻ. അതും നല്ല ഒരു സ്റ്റോറിയാണ്. ഞാൻ ഹീറോയിൻ ആയത് എങ്ങനെയാണെന്നുള്ളത് പറയണം. എന്നെ സീമ എന്ന് പറഞ്ഞ് മാറ്റിയത് ആരാന്നും പറയണം. ഒരു ദിവസം നൈറ്റ് ഷൂട്ടിങ്ങിന് ഞാൻ ബേബി ഏട്ടൻ്റെ പടത്തിനാണ് പോയത്. ബേബി ഏട്ടൻ എന്ന് പറഞ്ഞാൽ ലിസ ബേബി, വീണ്ടും ലിസ. അപ്പം ബേബി ഏട്ടൻ ചോദിക്കുന്നു അഭിനയിക്കുമോ നീന്ന്? അവനെ നാല എന്ന് പറയും. ഞാൻ അഭിനയിക്കില്ലാന്ന് പറയും. അപ്പം 3 മണിക്ക് നൈറ്റ് 3 മണി അരുണാചലം സ്റ്റുഡിയോയിലാണ്. അറിയാം, അരുണാചലം അറിയില്ലേ? അപ്പം അത് ഭയങ്കര കാടാണ്. നമുക്ക് ബാത്റൂം പോകണമെങ്കിൽ വലിയ ദൂരത്തിലാണ് പോണ്ടേ. അപ്പം ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു, മാസ്റ്ററിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു, നമുക്ക് ടോയ്ലറ്റ് പോകാമെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചെല്ലാവരും ഒരുമിച്ച് വരുന്നത്. ഞാൻ അപ്പോൾ എല്ലാവരും എന്തായാലും പാമ്പും എല്ലാം ഉണ്ടാവും എന്നൊക്കെ പേടിയാണ്. കുറച്ച് വന്നപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒച്ച. ഇതാര്? അപ്പം പിള്ളേർ പറഞ്ഞു ഈ പാമ്പായിരിക്കും അത്. ഞാൻ പറഞ്ഞു ഇത് പാമ്പിൻ്റെ ഒച്ചയല്ല, ഉസ് എന്നുള്ളത് മനുഷ്യൻ്റെ ഒച്ചയാണിത്, ആരാ നോക്കണമല്ലോ എന്ന് പറഞ്ഞു. വേണ്ട നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ കാണാം. വീണ്ടും വിശ്വസിന്ന് പോയി നോക്കിയപ്പോൾ വിജയേട്ടൻ, മീശ വിജയൻ, ആക്ടർ വിജയൻ, മീശ വിജയൻ, വിജയേട്ടനാണ്. കുട്ടി അഭിനയിക്കുമോ? ഞാനിങ്ങനെ ഈ ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി ഞാൻ ചോദിച്ചു, യാ ബുദ്ധിയില്ലേ? 3 മണിക്ക് വിളിച്ച് ഉസ് വിളിച്ചിട്ട് അഭിനയിക്കാൻ ചോദിക്കാം, പണിയില്ല എന്ന് പറഞ്ഞപ്പോയി ഞാൻ. ഇതാണ് ആദ്യത്തെ ഇത്. എന്നിട്ട് പിന്നെ ഇവർ സീരിയസ് ആണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ വെളുപ്പിന് 4 മണി 4:30 ആയപ്പം പാക്കപ്പ് ആയപ്പം ബേബിയേട്ടൻ പറഞ്ഞു, മോളെ എന്തായാലും ഒന്ന് ഉച്ചയ്ക്ക് അങ്ങ് വരുമോ, അങ്ങനെ ഒന്ന് ഒരു പടം സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. പാക്കറേൻ സാർ എന്ന് പറഞ്ഞു പോയി. അമ്മേൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പോയി നോക്കാം മോളേന്ന് പറഞ്ഞു. അപ്പം പോയി അവിടെ ഇറങ്ങി. ഇറങ്ങിയപ്പം എല്ലാം ഫുൾ ക്രൗഡ് അവിടെ ആ ബേബിയേട്ടൻ്റെ വീട്ടിൽ. അപ്പം ബേബിയേട്ടൻ ഇറങ്ങിയിട്ട് മൊയ്തീൻ, ഞാൻ പറഞ്ഞില്ല ഇതാണ് കുട്ടി, ഹീസ് എ പ്രൊഡ്യൂസർ, മൊയ്തീൻ ഇതാണ് കുട്ടിയെന്ന്. അപ്പം പുള്ളി പറയുന്നു ബേബിയേട്ടൻ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഡെസിഷൻ വെച്ചാൽ അത് ചെയ്തോളൂ, അല്ല പുള്ളിക്കാർത്തിയാണ് ഞാൻ പറഞ്ഞതെന്ന്. അങ്ങനെയാണ് മൊയ്തീൻ കേനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ പത്രത്തിൽ പുള്ളീനെ കണ്ടപ്പോൾ എനിക്ക് അന്തം പെട്ട് പോയി. ഞാൻ